നമ്മളിങ്ങനെ ഓമനിച്ച് വളർത്തുന്ന ഒരു വളർത്തുനായ നമ്മൾക്കെതിരെ തിരിയുന്ന, നമ്മളെ തന്നെ തിരിഞ്ഞു കടിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇതുപോലെയാണ് ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മളെ സംരക്ഷിക്കേണ്ട നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനം നമുക്കെതിരെ തിരിയുകയും നമ്മളെ കോശങ്ങളെ നശിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിന് തന്നെ രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന പല രീതിയിലുള്ള ചിന്തകളും ചില സമയങ്ങളിലെങ്കിലും അവരെ ഇത്തരം മാറാവ്യാധികളായിരിക്കുന്ന ജോയിന്റ് ഡിസീസുകളും ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ് പോലുള്ള തൈറോയിഡ് ഡിസീസും ടൈപ്പ് 1 ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസും അതുപോലെ SLE പോലെയുള്ള ചില സ്കിൻ ഡിസീസസ് പോലെ അതുപോലെ അങ്ങനെ ശരീരത്തിന് ക്ഷയിച്ചു പോകുന്ന പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസുകളിൽ വന്നെത്തുന്നതിൽ ചിലപ്പോഴെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ള ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്ന ചില കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് പല കേസുകളിലും സ്മൃതി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിട്ട് മനസ്സിലാവും. എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു കേസ്, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള റിലേഷൻഷിപ്പില് എന്റെ ജീവിത പങ്കാളി എന്നെ ഒരിക്കൽ പോലും ഇഷ്ടത്തോടെ നോക്കുന്നില്ല, സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നില്ല, കൂടെ എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, ഒരു ഷോപ്പിങ്ങിന് വിളിച്ചാൽ കൂടെ വരില്ല, ഒരു സിനിമക്ക് വിളിച്ചാൽ വരില്ല, ഒന്ന് അടുത്തിരിക്കില്ല, ഒരുമിച്ചൊരു മക്കളുടെ കൂടെ ഒക്കെ ഒന്ന് ഒരു ഇരുന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും അയാൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭർത്താവിൽ നിന്ന് ഒട്ടും സ്നേഹവും പരിഗണനയും ലഭിക്കാത്ത ഒരു ഭാര്യ, ആ ഭാര്യക്ക് അവരെ കുറിച്ച് തന്നെ തോന്നിയിരുന്ന ചില ചിന്തകൾ, എന്തുകൊണ്ടായിരിക്കും എൻ്റെ ഭർത്താവ് എന്നെ ഇത്രയും അവഗണിക്കുന്നത്, ഇനി എന്നെ കാണാൻ കൊള്ളായിട്ടാണോ, ഞാൻ ഒന്നിനും പറ്റാത്ത ഒരാളായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അയാളെ എന്നിൽ എന്ത് കുറ്റമാണ് അയാൾക്ക് ഈ രീതിയിൽ എന്നോട് ഇഷ്ടക്കേട് തോന്നാനുള്ള കാരണം, മറ്റൊരാൾക്കും സ്നേഹിക്കാൻ പറ്റാത്ത ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അവർ ചിന്തിച്ചു കൂട്ടുകയും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില അസുഖങ്ങൾ വരാൻ തുടങ്ങുകയും ചെയ്തു. അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇവരുടെ ഹസ്ബൻഡ് ഇവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയും അവർക്ക് വേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സംരക്ഷണം നൽകുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ക്യാരക്ടറിൽ ഒരു മാറ്റം ഹസ്ബൻഡിലേക്ക് ഇവർ കാണുന്നുണ്ട്. തുടർന്ന് ഇവര് പഠിച്ചു വെച്ചൊരു കാര്യം, നേരെ ചൊവ്വേ നിന്നുകൊണ്ട് ഹസ്ബൻഡിന് ഒരു കെയർ കിട്ടില്ല, രോഗിയാവുന്നതാണ് കുറച്ചുകൂടി ഭേദം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയും അവർ കൂടെ പല രീതിയിലുള്ള രോഗങ്ങൾ അവരെ സ്വയം അവരുടെ കോശങ്ങളെ നശിക്കുന്ന രീതി